ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബയോവിഷൻ ബ്ലോഗ് അഡ്മിൻ സുഭാഷ് സാറാണ്. ഞാനൊരു ഇലക്ഷൻ സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രവർത്തനം വിശദീകരിക്കുന്നൊരു വീഡിയോ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ബയോവിഷൻ ബ്ലോഗിനുള്ളിൽ വലത് സൈഡിനായിട്ട് ടീച്ചേഴ്സിന് ആവശ്യമുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. ആ പേജിനുള്ളിലായിട്ട് ആണിത് ഉള്ളത്. ഏകദേശം നിലവിലൊരു 10-30ഓളം സോഫ്റ്റ്വെയറുകളാണ് അധ്യാപകർക്കും കുട്ടികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ. എന്ന് വെച്ചാൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നവയാണ്. നമ്മുടെ പ്രവർത്തനം വളരെയധികം ലഘൂകരിക്കാൻ സഹായിക്കുന്ന നിരവധി വർക്കുകളുണ്ട്. ആവശ്യമുള്ളവരൊന്ന് നോക്കുക അത്. അപ്പോൾ ഇതിനുള്ളിൽ ആദ്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് കിടക്കുകയാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ. ഇനി ഏതെങ്കിലും സോഫ്റ്റ്വെയർ കണ്ടുപിടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ സെർച്ച് കൊടുത്താലും മതി. ഇലക്ഷൻ അടിച്ചാൽ അത് മാത്രം ഡിസ്പ്ലേയിൽ വരും, ബാക്കിയുള്ളത് പോവും. അപ്പോൾ ഇതാണ് ഈ സോഫ്റ്റ്വെയറുടെ ഉള്ള പോസ്റ്റ് എന്ന് പറയുന്നത്. ബ്ലോഗിലെ പോസ്റ്റ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ താഴെ കുറച്ച് നിർദ്ദേശങ്ങൾ, അത്യാവശ്യ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു വീഡിയോ കൂടെ ചെയ്താലേ ഇത് പൂർണ്ണമാവുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് സോഫ്റ്റ്വെയർ പേജിലേക്ക് പോകാനായിട്ടുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ലിങ്ക്. ഇവിടെ പ്രസ് ചെയ്താലും മതി. തൊട്ട് താഴെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്, അതിൽ പ്രസ് ചെയ്താലും ഈ പേജിലേക്ക് എത്താൻ പറ്റും. ഇതാണൊരു ലോഗിൻ പേജാണ്. ഇവിടെ നമ്മൾ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് അതിനെ ഒരു ലോഗിൻ പേജിനുള്ളിലേക്കാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഇവിടെ പാസ്വേഡ് അടിക്കുക. പാസ്വേഡ് ഇതിൽ എല്ലായിടത്തും ഉപയോഗിച്ചിരിക്കുന്നത് ബയോവിഷൻ എന്നാണ്. വേറെ സ്ഥലങ്ങളിലും പാസ്വേഡ് ആവശ്യം ഉണ്ട്. അപ്പോൾ അവിടെയെല്ലാം ബയോവിഷൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. ഇവിടെ സേവ് കൊടുത്താൽ ഈ പാസ്വേഡ് സേവ് ചെയ്യും. അടുത്ത പ്രാവശ്യം പാസ്വേഡ് ഇല്ലാതെ നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ വോട്ടിംഗ് പേജ് എന്ന് പറയുന്ന EVM-ൻ്റെ വോട്ട് ചെയ്യുന്ന സെക്ഷനാണ്. ഹോം പേജാണിത്. അപ്പോൾ ഇവിടെ സാമ്പിളായിട്ട് നമ്മളൊരു 4 കാൻഡിഡേറ്റ്സിൻ്റെ പേര്, അവരുടെ ചിത്രം, പിന്നെ സ്കൂളിൻ്റെ പേര്, ക്ലാസ് ഡിവിഷൻ, ചിഹ്നം, വോട്ട് ചെയ്യാനുള്ള ബട്ടൺ എന്നിവ ആണ് നൽകിയിരിക്കുന്നത്. സ്കൂളെല്ലാം സെയിം തന്നെ ആയിരിക്കും. പക്ഷേ എന്തിനാണ് സ്കൂളിൻ്റെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓരോ ക്ലാസ്സിൽ ഓരോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചും വോട്ടിംഗ് ചെയ്യാം. ഒരു സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും വേണ്ടി ഒരു കമ്പ്യൂട്ടർ മാത്രം ഉപയോഗിച്ച് കോമൺ ആയിട്ട് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്കൂൾ ലീഡർ, ചെയർമാൻ എന്നിവരെയൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള വോട്ടിങ്ങിൻ്റെ ആവശ്യമുണ്ടല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഓരോ ക്ലാസ് കോമൺ ആയിട്ടൊക്കെ നടത്തുമ്പോൾ HSൻ്റെയും UPയുടെയൊക്കെ സെക്ഷൻ തരംതിരിച്ച് ഇവിടെ കൊടുക്കുക. HS സെക്ഷൻ എന്നോ UP സെക്ഷൻ എന്നോ കൊടുത്താൽ സോർട്ടിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഫിൽട്ടർ ചെയ്ത് ഡേറ്റയും റിസൾട്ടും പിന്നെ കാൻഡിഡേറ്റ്സിനെയൊക്കെ സെലക്ട് ചെയ്യാനുള്ളൊരു മാർഗത്തിൻ്റെ ഭാഗമാണത്. അപ്പോൾ അതുകൊണ്ട് അവിടെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. സ്കൂൾ ലീഡർ ആണെങ്കിൽ സ്കൂൾ ലീഡറെന്നോ ചെയർമാനെന്നോ ഉള്ള വാക്കായിരിക്കണം അവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ അതൊക്കെ നമുക്ക് സോർട്ട് ചെയ്ത് കണ്ടന്റിനെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇത്രയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഒരു ഡിസ്പ്ലേ ഇവിടെ മെയിൻ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വോട്ടിൻ്റെ എല്ലാ കുട്ടികളുടെയും വോട്ടിങ് നടക്കുമ്പോൾ നമുക്ക് എണ്ണം വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടിയാണ്. ഇപ്പം നിലവിലിതിൽ 40 വോട്ട് ആണ് പോൾ ചെയ്തിരിക്കുന്നത്. നമ്മളിവിടെ ഒരു വോട്ട് കൂടി കൊടുത്താൽ ഇത് 41 മാറും. എത്രയാണോ ടോട്ടൽ അതിനെ ഡിസ്പ്ലേയിൽ കാണിക്കാൻ വേണ്ടി സംവിധാനമാണ്. ഇനി നമുക്ക് കാൻഡിഡേറ്റ്സിനെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നൊരു പേജിനുള്ളിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതാണ്. ആവശ്യമുള്ള ഫോട്ടോയും സിമ്പിളും ഒക്കെ നേരത്തെ കറക്റ്റ് ചെയ്ത് ഫോൾഡറിൽ സൂക്ഷിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി അഡ്മിൻ ഏരിയയിലേക്ക് പ്രവേശിക്കുക. അഡ്മിൻ ലോഗിൻ പ്രസ് ചെയ്യുന്നു. കുട്ടികൾ മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്വേഡ് ബയോവിഷൻ തന്നെ യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. ലോഗിൻ ചെയ്യുക. അഡ്മിൻ അക്സസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. എല്ലാത്തിനും മെസ്സേജുകൾ ഇവിടെ ഡിസ്പ്ലേയിൽ വരും, എല്ലാ ഫംഗ്ഷനും. ഇതിൻ്റെ ആദ്യ ഭാഗം, സ്കൂൾ സോഫ്റ്റ്വെയറിൻ്റെ ആദ്യ ഭാഗം കാൻഡിഡേറ്റ്സിനെ ആഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. ഇവിടെ പേര്, ഇവിടെ സ്കൂളിൻ്റെ പേര് അല്ലെങ്കിൽ HS സെക്ഷൻ, UP സെക്ഷൻ എന്നോ സ്കൂൾ ലീഡർ, സ്കൂൾ ചെയർമാൻ എന്നീ വാക്കുകളൊക്കെ ഉപയോഗിക്കുക. ആരും ഫിൽട്ടർ ചെയ്ത് കണ്ടന്റ് എടുക്കുമ്പോൾ ആവശ്യമാണ് അതൊക്കെ.
ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഫോട്ടോ കൊടുക്കുക, ഇവിടെ സിമ്പിൾ കൊടുക്കുക, ഇവിടെ, എന്നിട്ട് കാൻഡിഡേറ്റ്സിനെ ആഡ് ചെയ്യുക. എപ്പോഴും നമ്മൾ കാൻഡിഡേറ്റ്സിനെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ സേവ് ആൾ ഡേറ്റ എന്ന് പറയുന്ന ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. കാര്യം വീണ്ടും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഈ കണ്ടന്റ് അതിനകത്ത് ഉണ്ടാവാൻ വേണ്ടിയാണ്. ഇത് പ്രസ് ചെയ്യാതെ ഇറങ്ങിയാലുള്ള പ്രശ്നം, നമ്മൾ നേരത്തെ മുൻകൂട്ടി കൊടുത്ത കാൻഡിഡേറ്റ്സിനെയൊക്കെ സെറ്റ് ചെയ്തിട്ടിരുന്നാൽ അതെടുക്കുമ്പോൾ ഉണ്ടാവില്ല അതിനകത്ത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാൻഡിഡേറ്റ്സിനെ എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ സേവ് ആൾ ഡേറ്റ ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പോൾ നിലവിലെ ഒരു സ്റ്റാറ്റസാണ് കാണിക്കുന്നത്. 4 കാൻഡിഡേറ്റ്സ് ഉണ്ട്, അവർക്ക് 40 വോട്ട് ആണ് കാണിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി സേവ് ചെയ്ത സാധനങ്ങൾ ക്ലിയർ ചെയ്യാൻ ഇവിടെ ക്ലിയർ കൊടുത്താൽ മതി. ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്താലും ലോഡ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ വോട്ട് എണ്ണൽ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊന്ന് നോക്കാം. നമ്മൾ കാൻഡിഡേറ്റ്സിനെ എല്ലാത്തിനെയും കൊടുത്തു, പോളിംഗ് നടത്തിയാൽ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ കൗണ്ടിങ് ആണ്. ഇതിപ്പോൾ നിലവിലെ വോട്ടർമാരുടെ ഒരു ഡീറ്റെയിൽസാണ് ഇവിടെയും ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. കാര്യം മോക്ക് പോളൊക്കെ ചെയ്യുന്നുവെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെയും കൂടെ ഈ ഫെസിലിറ്റി കൊടുത്തിരിക്കുന്നത്. മോക്ക് പോൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങോട്ട് താഴേക്ക് വന്ന് ഇപ്പോൾ നിലവിലുള്ള കാൻഡിഡേറ്റ്സ് അവരായിട്ട് വേണമെങ്കിൽ ചെയ്യാം, പുതിയ കുട്ടികളെ നമുക്ക് ആഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഹോം പേജിലേക്ക് വന്നിട്ട് അവിടെ വെച്ച് വേണമെങ്കിലും മോക്ക് പോൾ നടത്തി നോക്കാം. അങ്ങനെ മോക്ക് പോൾ നടത്തുന്നുവെങ്കിൽ എന്ത് ചെയ്യുക, ഇതൊന്ന് കൗണ്ട് ചെയ്ത് ഓരോരുത്തരുടെയും വോട്ട് എത്രയാണെന്ന് കുറിച്ച് വെച്ചിട്ട് ആയിരിക്കണം ഇവിടെ എന്ത് ചെയ്യത് കുട്ടികളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാനുള്ളത്. അത് ഏത് കുട്ടി ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് നോട്ട് ചെയ്ത് വയ്ക്കുക. അത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന റിസൾട്ടുമായിട്ട് ശരിയാണോ എന്ന് ഒത്തു നോക്കുക. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഒന്ന് കൗണ്ട് ചെയ്യാം. ഇപ്പോൾ നിലവിലുള്ള ഡേറ്റ വെച്ചിട്ട് നമുക്കൊന്ന് കൗണ്ട് ചെയ്യാം. കൗണ്ട് പ്രസ് ചെയ്ത് ഇത് കൗണ്ട് വോട്ട്സ് കൊടുത്താൽ മതി. ഒരു ശബ്ദത്തോടു കൂടി എന്ത് ചെയ്യുന്നുണ്ട്, കൗണ്ട് ചെയ്ത് ടോട്ടൽ വോട്ട്സും അതിൻ്റെ പെർസെൻറ്റേജും കാണിക്കുന്നുണ്ട്. താഴെയായിട്ട് ടോട്ടൽ വോട്ട്സിൻ്റെ എണ്ണവും കാണിക്കുന്നുണ്ട്. ഈ എണ്ണം തന്നെ ആയിരിക്കും ഏറ്റവും മുകളിലുള്ള എണ്ണവും. എൻ്റെ ഇവിടെയും 40 ഇതാ കാര്യം. അപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ പിന്നെ ഡിസ്പ്ലേ വരുന്നത് എപ്പോഴും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ആയിരിക്കും ആദ്യം വരുന്നത്. 15 വോട്ട്, പിന്നെ 12 വോട്ട്, 8 വോട്ട്, 5 വോട്ട്. ഇവിടെ പേര് വരുമ്പോൾ ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നിരിക്കുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ കൊടുക്കുമ്പോഴും എന്ത് ചെയ്യുക, ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ കൊടുക്കുക. ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യുക, അവരുടെ വോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ ഡേറ്റ ഇവിടെ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, നമുക്ക് പുതിയ ഡേറ്റ ചേർക്കണം. അപ്പോൾ ചേർക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഇവിടുത്തെ ഡേറ്റ കംപ്ലീറ്റ് കളയുന്നു. ഡേറ്റ കളയുന്ന ഭാഗത്ത് 2 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഒന്ന് റീസെറ്റ് വോട്ടാണ്. ഈ റീസെറ്റ് വോട്ട് കൊടുത്താൽ ഇവർക്കുള്ള വോട്ട് കംപ്ലീറ്റ് പോയിട്ട് 0 വോട്ടായിട്ട് ഡിസ്പ്ലേയിൽ വരും. പക്ഷെ പേരൊരിക്കലും പോവില്ല. പേര് പോകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ക്ലിയർ ആൾ കൊടുക്കുക. അപ്പോൾ പേരും വോട്ടും എല്ലാം പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികളെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അബദ്ധവശാലൊന്നും ക്ലിയർ ആൾ കൊടുക്കരുത്. കൊടുത്താൽ ഡേറ്റ കംപ്ലീറ്റ് പോകും. മാത്രമല്ല നമുക്കൊരു നിർദ്ദേശം എന്നുള്ള നിലയ്ക്ക് ക്ലിയർ നമുക്ക് ഇവിടെ നിന്ന് കൊടുത്തു നോക്കാം. പിന്നെ ക്ലിയർ ആളെന്ന് കൊടുത്തു നോക്കാം. അപ്പോൾ വീണ്ടും ഒരു മെസ്സേജ് ചോദിക്കും, ഇത് കളയണമെന്നുള്ളൊരു മെസ്സേജ് ചോദിക്കും. കളയണ്ടെങ്കിൽ ക്യാൻസൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കളയാനായിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരാൾക്കൊരു വോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. 40 ഇപ്പോൾ കിടക്കുന്ന അനു എന്ന് പറയുന്ന ഒരാൾ നമ്മളൊരു വോട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക. മോക്ക് പോൾ നടത്തിയപ്പോൾ ഒരു വോട്ട് അനുവിനാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു വോട്ട് കൊടുത്താൽ എന്ത് ചെയ്യുന്നു, സിസ്റ്റം ലോക്കാവും. കാര്യം ഒരു കുട്ടി തന്നെ ഒന്നിലധികം വോട്ട് ചെയ്യാതിരിക്കാനുള്ളൊരു സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ട് ഇത് ലോക്കാവും.
ഈ ലോക്ക് മാറ്റണമെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെയോ ഒരു അധ്യാപകനോ ആരെങ്കിലും ഇരുന്നിട്ട് നമ്മുടെ കീബോർഡിൽ എൻ്റർ കീ പ്രസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ അടുത്ത ആൾ നോട്ട് ചെയ്യാനുള്ള രൂപത്തിലേക്ക് ഇത് മാറും. ഒരു പൊതുതെരഞ്ഞെടുപ്പ് മോഡലിലൊക്കെ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെന്ത് ചെയ്യുക, കമ്പ്യൂട്ടറും മോണിറ്ററും മൗസും വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ സൂക്ഷിക്കുക. കീബോർഡ് കണക്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വേറൊരു ആളിനെ ഇരുത്തി അയാളെ കയ്യിൽ കൊടുക്കുക. അയാളാണ് അതിൻ്റെ വോട്ട് കൺട്രോൾ ചെയ്യുന്നത്. ഇനി കമ്പ്യൂട്ടർ തന്നെയാണ് എപ്പോഴും നല്ലത്. കീബോർഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കമ്പ്യൂട്ടറാണ് നല്ലത്. പിന്നെ ലാപ്ടോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, അതിൻ്റെ കീബോർഡ് ഡിസേബിൾ ചെയ്യുക. അത് അല്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യുക, കുറച്ച് കട്ടിയുള്ള പേപ്പറോ മറ്റോ വെച്ച് കീബോർഡ് ഭാഗം പൊതിഞ്ഞ് സെലോ ടേപ്പോ മറ്റോ വെച്ചങ്ങൊട്ടിച്ച് കീബോർഡ് ഉപയോഗിക്കാത്ത തരത്തിലേക്ക് ക്രമീകരിച്ചെടുക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെയാണത് ചെയ്യേണ്ടത്. ഇനി നമ്മളെന്താണ്, പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നമുക്കെന്ത് ചെയ്യണം, കുട്ടികളുടെ ഡീറ്റെയിൽസൊക്കെ കൊടുക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ക്ലിയർ കൊടുക്കുക. ഒരു മെസ്സേജ് ചോദിക്കും, എന്നിട്ട് നമ്മൾ ക്ലിയർ കൊടുത്തു. ഇവിടെ എല്ലാം ഫ്രഷായി ഇനി ലോഗൗട്ട് ചെയ്ത് മെയിൻ പേജിലേക്ക് വന്നാലും നമുക്ക് കാൻഡിഡേറ്റ്സ് ഒന്നും ഇല്ലാത്ത അവസ്ഥയിലായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അകത്ത് പോയി കുട്ടികളെ ആഡ് ചെയ്ത് കൊടുക്കുക. ആദ്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, അരുൺ സ്കൂളിന് പകരമായിട്ട് എന്ത് ചെയ്യുന്നു, നമ്മൾ സ്കൂളിൻ്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് HS സെക്ഷൻ എന്ന് കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, ക്ലാസ്സും ഡിവിഷനും തന്നെ കൊടുക്കാൻ മതി. 10 ഇനി എന്ത് ചെയ്യുന്നു, കാൻഡിഡേറ്റ്സിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, സിമ്പിൾ ആഡ് ചെയ്യുന്നു. അത്ര സിമ്പിൾ ഇതാണില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് കാൻഡിഡേറ്റ് കൊടുക്കുന്നു. ആഡായിട്ട് മെസ്സേജ് കാണിക്കുന്നു. താഴേക്ക് സ്ക്രോൾ ചെയ്താൽ എന്ത് ചെയ്ത് വന്നിരിക്കുന്നു, കുട്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുന്നു, അടുത്ത കുട്ടിയെ നമ്മൾ കൊടുക്കുന്നു. ബിനു എന്ന് കൊടുത്ത്, നമ്മൾ നേരത്തെ HS എന്നാണ് കൊടുത്തത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യാം, UP സെക്ഷൻ കൊടുക്കുന്നു. എന്താണ് 7A കൊടുക്കാൻ, 7A കൊടുക്കുക. എന്ത് ചെയ്യുക, കുട്ടിയെ ഫോട്ടോ ചേർക്കുക. ഇത് സൈസ് വലുതാണ്, സൈസ് ചെറുതാക്കാനായിട്ട് പറയുന്നുണ്ട്. 1 MB ആണ് ഇത് ഈ സൈസ് പറയുന്നത്. ഇനി നമുക്ക് ഫോട്ടോയുടെയൊക്കെ ഫയൽ സൈസ് 1 MB കൂടുതലാണെങ്കിൽ അതിനെ കുറയ്ക്കാൻ വേണ്ടി ബയോവിഷൻ തന്നെ ചെയ്ത ഒരു
സോഫ്റ്റ്വെയർ ഇതേപോലെ ആപ്ലിക്കേഷനുണ്ട്, അതിൻ്റെ ലിങ്ക് കൂടി ഞാനിവിടെ ഇതിൽ ആഡ് ചെയ്തേക്കാം. അപ്പോൾ അതിനകത്ത് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഒന്നോ അല്ലെങ്കിൽ അധികം എത്ര ഫോട്ടോ ആണെങ്കിലും ഒറ്റയടിക്ക് നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ഫയൽ സൈസ് ക്രമീകരിച്ച് ലിമിറ്റ് ചെയ്ത് കുറച്ച് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. വേറൊരു ഫോട്ടോ എടുക്കാം, ഒരു പയ്യൻ്റെ അടുത്ത്. ഇനി സിമ്പൽ കൊടുക്കുന്നു. ആപ്പിളാണെന്ന് കൊടുത്തു വിചാരിക്കും. ജിഫാണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. വന്നു. ഫയൽ സൈസ് കൂടുതലായതുകൊണ്ടാണ് കുറയ്ക്കാൻ വേണ്ടി സോഫ്റ്റ്വെയർ കൊടുത്തേക്കാം. ഇപ്പോൾ 2 കാര്യങ്ങളായി. നമുക്ക് തൽക്കാലം എന്ത് ചെയ്യാം, ഇവിടെ 2 കാൻഡിഡേറ്റ്സിനെ മാത്രമായിട്ട് കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ ഡേറ്റ ഒന്ന് സേവ് ചെയ്യുകയാണ്. സേവ് ചെയ്തിട്ട് കാണിക്കും, കുഴപ്പമില്ല. 2 കാൻഡിഡേറ്റ്സേ ഉള്ളൂ, വോട്ട് 0 ആയിട്ട് കിടക്കുകയാണ്. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എന്താ ഇവിടെ 2 കാൻഡിഡേറ്റ്സേ ഉള്ളൂ. ഇപ്പോൾ കൗണ്ടൊക്കെ ചെയ്ത് നോക്കിയാൽ 0 ആയിരിക്കും, 0 വോട്ടായിരിക്കും. ഒരു വോട്ട് നമ്മൾ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി എന്ത് ചെയ്യുക, ലോഗ് ഔട്ട് ചെയ്ത് വോട്ടിംഗ് പേജിലേക്ക് വരിക. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമുക്ക് നോക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ ക്ലാസ് വൈസ് ഒരു പിന്നെ സ്കൂളിലെ മൊത്തം കുട്ടികളുടെയും ഒരു കമ്പ്യൂട്ടറിൽ ഇലക്ഷൻ നടത്തുമെന്ന് വിചാരിക്കുക. അപ്പോൾ എങ്ങനെയാണത് ചെയ്യേണ്ടതെന്നാണ് നമുക്ക് നോക്കേണ്ടത്. അത് ലോഗിൻ ഭാഗത്തേക്ക് തന്നെ പോവുക. വീണ്ടും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഈ ഫിൽട്ടർ കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന സെക്ഷനിലെത്തുക. ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്, ആൾ സ്കൂൾ എന്നാണ് ഡിസ്പ്ലേയിൽ കിടക്കുന്നത്. അതിലെന്തൊക്കെയുണ്ട്, HS ഉണ്ട്, UP ഉണ്ട്. ഇപ്പോൾ HSൻ്റെ ഇലക്ഷനാണ് നടത്തുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, HS കൊടുക്കുക. എന്നിട്ട് ക്ലാസ് എല്ലാ ക്ലാസ്സും വേണോ ഈ കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് HSൻ്റെ 10A ആയിരിക്കുമല്ലോ വരുന്നത്. ഇത് രണ്ടും കൊടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്ലൈ ഫിൽറ്റർ ടു വോട്ടിംഗ് നമ്മൾ എന്ത് ചെയ്യുക, ഫിൽറ്റർ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ 10Aയുടെ കാൻഡിഡേറ്റ്സിനെ മാത്രമായിട്ട് ഡിസ്പ്ലേയിൽ വരുത്തുക, വോട്ടിംഗ് നടത്തുക, കൗണ്ട് ചെയ്യുക, റിസൾട്ട് ഇടുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് ഇതിവിടെ ഉദ്ദേശിക്കുന്നത്. ഫിൽറ്റർ കൊടുത്തു. അപ്പോൾ എന്ത് വന്നു, ആക്റ്റീവ് ഇലക്ഷൻ HS സെക്ഷൻ 10A കാൻഡിഡേറ്റ് ഒരാളെ നമ്മൾ കൊടുത്തുള്ളൂ, ഒരാൾ വന്നു. ഇത് റിസൾട്ടിൻ്റെ ഏരിയയാണ്, എല്ലാവരും കൂടി കിടക്കുന്നുണ്ട്. അതിൽ കുഴപ്പമില്ല. നമുക്ക് വോട്ടിംഗ് റിസൾട്ട് എടുക്കാൻ നേരത്ത് ഇതിപ്പോൾ കോമൺ ആയിട്ട് എല്ലാ സ്കൂളും കിടക്കുന്നുകൊണ്ടാണ് മറ്റേ HS സെക്ഷൻ എടുത്ത് 10A കൊടുത്ത് ഫിൽറ്റർ കൊടുത്താൽ 10Aയുടെ മാത്രമായിട്ട് വരും. എന്നിട്ട് കൗണ്ട് ചെയ്യാം. ഇങ്ങനെയാണ് അതിൻ്റെ. അപ്പോൾ ഇപ്പോൾ നമ്മൾ 10A ഫിൽറ്റർ ചെയ്ത് ഇട്ടിരിക്കുകയാണ്. 10A ഫിൽറ്റർ ചെയ്തിട്ടിട്ട് നമ്മൾ ലോഗ് ഔട്ട് ചെയ്ത് പുറത്തിറങ്ങിയാൽ ആരെ മാത്രമേ കാണിക്കൂ, 10Aയുടെ കാൻഡിഡേറ്റ്സിനെ മാത്രമേ കാണിക്കൂ. ആക്റ്റീവ് ഇലക്ഷൻ HS സെക്ഷൻ 10A. അപ്പോൾ ഇനി കോമൺ ആയിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ സ്കൂൾ ലീഡർ ആണെങ്കിൽ എന്ത് ചെയ്യുക, ചെയർമാനുമാണ് പൊസിഷനെങ്കിൽ സ്കൂൾ ലീഡർ സെലക്ട് ചെയ്തിട്ട് വന്നാൽ ഇവിടെ സ്കൂൾ ലീഡർ എന്നുള്ള ഫിൽറ്റർ ചെയ്ത ഡീറ്റെയിൽസ് ആയിരിക്കും വരുന്നത്. അവരുടെ കാൻഡിഡേറ്റ്സിനായിരിക്കും ഡിസ്പ്ലേയിൽ വരുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു വോട്ട് കൊടുത്തു, 2 വോട്ടായി, 3 വോട്ടായി, 4 വോട്ടായി, 5 വോട്ടായി. ഇതെവിടെ കാണിക്കുന്നുണ്ട്, 5 കാണിച്ചു. എന്ത് ചെയ്യുന്നു, റിസൾട്ട് എടുക്കുന്നു. റിസൾട്ട് നമ്മൾ എടുക്കുന്നു. എന്ത് കൊടുക്കുക, ഇതെല്ലാം ഇവിടെ ഫിൽറ്റർ കറക്റ്റാണ് കിടക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടിരിക്കുകയല്ലേ, 10A തന്നെ, 10A മാത്രമേ ഉള്ളൂ, കൗണ്ട് ചെയ്യുന്നു. അഞ്ച് വോട്ട് കിട്ടി. ആദ്യം 5 വോട്ട് നമ്മൾ പോൾ ചെയ്തോളൂ. 5 അയാൾക്ക് തന്നെയാണ്. ടോട്ടൽ വോട്ട് 5, 100%. എങ്ങനെ റിസൾട്ട് എടുക്കുന്നത് നോക്കുക. എന്ത് ചെയ്യുന്നു, ഡൗൺലോഡ് റിസൾട്ട് കൊടുക്കുക. എന്ത് ചെയ്യും, റിസൾട്ട് ഡൗൺലോഡ് ചെയ്ത് വരും. നമ്മൾ എന്ത് ചെയ്യുന്നു, അതൊന്ന്
എടുത്ത് നോക്കുക. ആ ക്ലാസ്സിൻ്റെ റിസൾട്ടായിരിക്കും ഇലക്ഷൻ റിസൾട്ട്. HS സെക്ഷൻ 10A, ടോട്ടൽ വോട്ട് 5, അരുണ് HS സെക്ഷൻ, ഡീറ്റെയിൽസും വോട്ടും പെർസെൻറ്റേജും എല്ലാം അതിനകത്ത് കാണിക്കും. അപ്പോൾ ഇങ്ങനെ നമുക്ക് റിസൾട്ടും എന്ത് ചെയ്യാൻ പറ്റും, PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി എങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് നടത്തുന്നതെന്ന് നോക്കാം. കോമൺ ആയിട്ട് നടത്തുമ്പോൾ എന്ത് ചെയ്യുക, രാവിലെ 10 മണിക്ക് 10A വിളിക്കുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, അഡ്മിൻ ഏരിയയിൽ കയറി ഫിൽട്ടർ ചെയ്ത് 10 ആക്കി ഇടുന്നു. കുട്ടികളെ വിളിച്ച് വോട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നു. കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പിന്നെ 10B നടത്താമല്ലോ. ഇവിടെ 2 ക്ലാസ്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. 10Aയും കൊടുത്തിട്ടുണ്ട്, 7Aയും കൊടുത്തു. അപ്പം 10A കംപ്ലീറ്റ് തീർന്നു എന്ന് വിചാരിക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യണം, 7Aയുടെ ഇലക്ഷൻ നടത്തണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഫിൽട്ടർ ഏരിയയിൽ കയറിയിട്ട് ഫിൽട്ടർ ഏരിയയിൽ HS സെക്ഷൻ മാറ്റി UP സെക്ഷൻ ക്ലാസ് 7A എന്ത് ചെയ്യുന്നു, അപ്ലൈ ഫിൽറ്റർ ടു വോട്ടിംഗ് ഉണ്ടോ, കാൻഡിഡേറ്റ്സ് ഫിൽറ്റർ 7A ആക്കി. 7A വന്നു. നോക്ക് ഇവിടെ എന്ത് ചെയ്യുക, നമ്മൾ ഇതിപ്പോൾ HSൻ്റെ ഇടകുന്നതുകൊണ്ടാണ് വന്നത്. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താൽ മതി, UP ആക്കിയിട്ട് 7A കൊടുത്താൽ മതി. എന്നിട്ട് അപ്ലൈയും കൂടെ കൊടുത്താൽ 7Aയുടേത് വരും. വോട്ടൊന്നും ചെയ്തില്ല, അതിൻ്റെ വോട്ട് ഇവിടെ ഉണ്ടാവത്തില്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ കോമൺ ആയിട്ടാണ് നടത്തുന്ന ഒരു കമ്പ്യൂട്ടറിലെങ്കിൽ 10A വിളിക്കുക, നടത്തുക. തീരുമ്പോൾ എന്ത് ചെയ്യുക, കയറിയിട്ട് 10Bക്ക് വേണ്ടി മാറ്റിയെടുക്കുക, എന്നിട്ട് നടത്തുക. അങ്ങനെ ഓരോ ക്ലാസ് വൈസായിട്ട് നടത്തുക. എന്നിട്ട് ഏറ്റവും അവസാനം റിസൾട്ട് കൗണ്ട് ചെയ്യേണ്ട അല്ല റിസൾട്ട് പ്രഖ്യാപിക്കേണ്ട സമയത്തിന് തൊട്ട് മുന്നോടിയായിട്ട് മാത്രം വോട്ടിംഗ് റിസൾട്ട് എന്ത് ചെയ്യുക, കൗണ്ട് വോട്ട്സ് കൊടുത്തിട്ട് എടുത്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് കഴിയും. ഏകദേശം സമഗ്രമായൊരു രീതിയാണ് നമ്മൾ ഈ ആപ്ലിക്കേഷനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രതീക്ഷ. കുറച്ചധികം വർക്കൗട്ട് ചെയ്തു. ഇനി എന്തെങ്കിലും അപ്രതീക്ഷിതമായ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവോ ആണെങ്കിൽ ഒന്ന് അറിയിക്കുക. ഇനി കൂടുതലായിട്ട് ഇത് അപ്ഡേറ്റ് ചെയ്യാനില്ല എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഏതെങ്കിലും തരത്തിൽ അപ്ഡേറ്റ് ചെയ്ത് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ ദയവായി ഒന്ന് അറിയിക്കുക. ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക. നിർദ്ദേശങ്ങളനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുത്തൊരു സോഫ്റ്റ്വെയറാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ഗ്രാൻഡായിട്ട് ഒരു ഇലക്ഷൻ സ്കൂളിൽ സംഘടിപ്പിക്കുക. ഇപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിൽ തന്നെ ചെയ്ത് അതിന് ഡോക്യുമെൻറ്റേഷനൊക്കെ നടത്തി പത്രവാർത്തയൊക്കെ കൊടുത്ത് വീഡിയോ എല്ലാം തയ്യാറാക്കി ഒരു നല്ല രീതിയിൽ തന്നെ ഇതിനെ ഉപയോഗപ്പെടുത്തുകയും നിർദ്ദേശങ്ങൾ കഴിയുമെങ്കിൽ നമ്മളെ ഫോൺ വഴിയോ പിന്നെ വാട്സാപ്പ് വഴിയോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ പോസ്റ്റ് ചെയ്യുന്ന യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കമൻറ്റ് ഭാഗത്തോ മറ്റോ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നല്ലൊരു സ്കൂൾ പാർലമെൻറ്റ് ഇലക്ഷൻ ആശംസിക്കുന്നു. എല്ലാ കാര്യങ്ങളുമൊക്കെ പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇത് ചെയ്യുമ്പോഴെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഫോൺ വഴി വിളിച്ചാൽ മതി. നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. ഓക്കെ.